ജനുവരി മാസം 22-ാം തീയതി എനിക്കുണ്ടായ കാർ അപകടത്തെക്കുറിച്ച് ലോകമെങ്ങുമുള്ള ദൈവമക്കൾ അറിയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ആത്മാർത്ഥമായി കണ്ണുനീരോടെ പ്രാർത്ഥിച്ച എല്ലാ ദൈവമക്കളോടും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഈ അപകടത്തിന് ശേഷം 90 ദിവസങ്ങൾ പുറത്തിറങ്ങാൻ കഴിയാതെ ഇരിക്കുകയായിരുന്നു. ആ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാനും വചനം ധ്യാനിക്കാനും കൂടുതൽ സമയം ലഭിച്ചു. ആ ദിവസങ്ങളിലൊന്നിൽ പ്രഭാത പ്രാർത്ഥനയിൽ ഒരു ഗാനം കർത്താവ് തന്നു. അതിതാണ്: എൻ്റെ ദൈവം ചെയ്ത നന്മകൾ വർണ്ണിപ്പാൻ എന്നാൽ അസാധ്യം. കോപപാത്രമായിരുന്നെന്നെ മാനപാത്രമാക്കി മാറ്റുവാൻ ക്രൂശിനോളം താണു നീ, വേദന സഹിച്ചു നീ, എന്തിനെന്നെ ഇത്ര സ്നേഹിച്ചു. ഈ ഗാനം ഞാൻ വെറുതെ ഒന്ന് പാടി ഞങ്ങളുടെ ചെറിയ ഗ്രൂപ്പിൽ പഠിപ്പിച്ചു. ഞങ്ങളുടെ ചർച്ചിലെ കുട്ടികൾ പാടി. അത് യൂട്യൂബിലിട്ടു. ഇപ്പോൾ അത് 10,000 ആളുകൾ കണ്ടു കഴിഞ്ഞു. എങ്കിലും അതൊരു സ്റ്റുഡിയോ റെക്കോർഡിങ്ങിൽ പുറത്തു വരികയാണ്. നിങ്ങൾക്കത് അനുഗ്രഹമായി തീരും. നന്നായി അത് പഠിച്ച് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തണം. ദൈവം നമ്മെ അനുഗ്രഹിക്കും. എൻ്റെ ദൈവം ചെയ്ത നന്മകൾ വർണ്ണിപ്പാനെന്നാൽ സാധ്യമേ. എന്നാലും ഞാൻ പാടിടും ആത്മാവിൽ ഞാൻ ആവോളം, എൻ്റെ യേശു എത്ര നല്ലവൻ. വർണ്ണിപ്പാനെന്നാൽ സാധ്യമേ. എന്നാലും ഞാൻ പാടിടും ആത്മാവിൽ ഞാൻ ആവോളം, എൻ്റെ യേശു എത്ര നല്ലവൻ. എന്നാലും ഞാൻ പാടിടും ആത്മാവിൽ ഞാൻ ആവോളം, എൻ്റെ യേശു എത്ര നല്ലവൻ. കുശവന്റെ കയ്യിലെ ഉടഞ്ഞ പാത്രം പോലെ വീണ്ടും എന്നെ പണിതെടുത്തു. കുശവന്റെ കയ്യിലെ ഉടഞ്ഞ പാത്രം പോലെ വീണ്ടും എന്നെ
ദൈവമേ. എന്നാലും ഞാൻ പാടിടും ആത്മാവിൽ ഞാൻ ആവോളം എൻ്റെ യേശു എത്ര നല്ലവൻ. എന്നാലും ഞാൻ പാടിടും ആത്മാവിൽ ഞാൻ ആവോളം എൻ്റെ യേശു എത്ര നല്ലവൻ. ക്രൂശിനോളം താണു നീ, വേദന സഹിച്ചു നീ, എന്തിനെന്നെ ഇത്ര സ്നേഹിച്ചു. ക്രൂശിനോളം